ഹായ് കൂട്ടുകാരെ, ഷിജോസ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, അങ്ങനെ ഇന്ന് പാചകമൊന്നുമല്ല, ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഒരിടം വരെ പോവുകയാണ്, എറണാകുളം വരെ പോവുകയാണ്. അപ്പം അത് എല്ലാവരും ഉണ്ട്, അച്ഛനും അമ്മ ചേട്ടനും കുടുംബവും എല്ലാവരും, കണ്ണപ്പനും അച്ചിക്കുട്ടി എല്ലാവരും കൂടി ഒരു അതെ കണ്ണപ്പനെ എറണാകുളത്ത് ആക്കാനാണ് ഇന്നത്തെ പോക്കല്ലേ. അല്ലേ, എന്താണെന്ന് പറഞ്ഞു കൊടുത്തേ? പഠനത്തിന്റെ ഭാഗമായിട്ട് ഇന്റേൺഷിപ്പ് ഉണ്ട്, അതിനുവേണ്ടി പോയാണ് ഞങ്ങൾ കണ്ണപ്പന ചേട്ടത്തിയുടെ അനിയത്തിയുടെ വീട്ടിലാക്കാൻ പോകണം. അപ്പോൾ നമ്മൾ പോണ വഴി അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ആരോണിനെ കാണിച്ചു തരാം അല്ലേ. നമ്മുടെ ചേട്ടനാണ് വണ്ടി ഓടിക്കണത്, പോകാനായിട്ട് നമ്മുടെ അച്ഛനൊക്കെ റെഡിയായിരിക്കുന്നുണ്ട്. കൂട്ടുകാരെ, അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നത് എല്ലാവരും ഇവിടെ വാദിക്ക ഹാളിൽ തന്നെ നമ്മുടെ വീട്ടുകാരെത്തി അല്ലേ. ആരോപ്പൻ്റെ അമ്മ നമ്മുടെ ആരോപ്പനെ എല്ലാവരും തിരക്കുമായിരുന്നു. വന്നപ്പോഴേ നമ്മുടെ കണ്ണപ്പൻ്റെ കൂടെ എന്തെങ്കിലും പറയാനുണ്ടോ നമ്മുടെ കൂട്ടുകാരോട്? കണ്ട, അതാണ് ഏറ്റവും നല്ലൊരു കാര്യമാണ് ആരോന്ന് പറഞ്ഞത്. പിന്നെ നമ്മുടെ അച്ഛൻ്റെ വന്നവരെയും വാദിക്ക തന്നെ നിന്നു. നമ്മുടെ ജിനേഷിയായിട്ട് കൂട്ടുകാരെ, അങ്ങനെ അനിയത്തിയുടെ വീട്ടിൽ വന്നപ്പോൾ അനിയത്തിയും അനിയനും കൂടിയുള്ള പാചകത്തിലാണ് അല്ലേ. അച്ഛൻ എന്നെ എടുക്കാൻ പോണ്, തേങ്ങ ചെല്ലിണ്ടാൻ പോണ്. കണ്ട, അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നാലും പാചകത്തെ തന്നെ പിടിച്ചിരിക്കുകയാണ്. അമ്പിളി, ഇന്ന് എന്നാണ് സ്പെഷ്യലി? താറാവ്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടിയുള്ള പാചകമാണ്. നമ്മുടെ താറാവൊക്കെ കണ്ട അടിപൊളിയായിട്ട് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. കൂട്ടുകാരെ, അങ്ങനെ അമ്മക്ക് ഇവിടെ വന്നപ്പോൾ ഒരു നല്ല അടിപൊളി ഒരു പരിപ്പ് വട കിട്ടി, അമ്മയുടെ ഇഷ്ട സാധനം. അപ്പം എന്ത് പറ്റി, അമ്മ അതങ്ങോട്ട് കഴിക്കാൻ തുടങ്ങി. അതെ, ബാക്കി ഇരിപ്പുണ്ട്. നമ്മുടെ അച്ഛൻ ഇവിടെ വന്നപ്പോൾ ചൂട് കാരണം ഉടുപ്പൊക്കെ അങ്ങോട്ട് ഊരിയിട്ട് സെറ്റായി അല്ലേ. ഇവിടെ നിന്ന കാവ്യ കൊണ്ട് കൊടുത്ത് എവിടെ വന്നാലും അച്ഛൻ അങ്ങനെ തന്നെ. അച്ഛൻ എന്തോ തിന്നണ്ടിരിക്കുന്നു. എന്താണെന്ന് ചോദിച്ചെന്നാ കൂട്ടുകാരെ, ഇത് കണ്ട ഇവിടെ എന്തൊക്കെയാണ് പരിപ്പ് വട വട ഏതാണ്ടൊക്കെ. നമ്മുടെ അക്കയാണെങ്കിൽ ഇതേ കണ്ട സവോള അരിഞ്ഞ് തീർന്നിട്ടില്ല അല്ലേ. അങ്ങനെ ഇവിടെ ഒരു പാചക തിരക്കിലി തന്നെയാണ് ഇവിടെ. നമ്മുടെ ചേട്ടനാണെങ്കിൽ വാദിക്ക തന്നെ ഇരിക്കുകയാണ്, ആരോപണമൊക്കെ ആയിട്ട് കളിയാണ് കണ്ട. പിന്നെ നമ്മുടെ മനു, നമ്മുടെ അക്കയുടെ അനിയൻ മനു ആണ്. ഇതിക്ക് മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ചായിരുന്നല്ലേ നമ്മുടെ ശരണ്യ. എന്നടിക്ക് ആരോ മാങ്ങ ഒന്ന് കാണിച്ചേ നമ്മുടെ കൂട്ടുകാരൻ. പഴുത്തതുണ്ടോ, കളറുള്ളതുണ്ടോ? ആണല്ലേ. കേട അനിയത്തിയുടെ വീട്ടിൽ വന്നപ്പോൾ മാങ്ങ പറിച്ചോണ്ടിരിക്കുകയാണ് എല്ലാവരും കൂടി. ഓക്കെ, എങ്ങനെയുണ്ട്? നല്ല മധുരമുള്ള മാങ്ങായ. കൂട്ടുകാരെ, ഇവരെ അടുത്തായിട്ട് ബോട്ടിംഗ് ഉണ്ട്, അവിടെ ഞങ്ങൾ പോയി എല്ലാവരും കൂടെ പോയി ഫോട്ടോ എടുത്ത് എല്ലാരും കൂടി നല്ലൊരു ദിവസം തന്നെയായിരുന്നു കേട്ടോ. അടിപൊളി പാടവും എല്ലാം ഉണ്ട്. നമ്മള് റീൽസ് ചെയ്യണ അത്തരം പാടം തന്നെ അല്ലേ. അങ്ങനെ എല്ലാരുമായിട്ട് ഒരു ദിവസം അങ്ങോട്ട് അടിച്ചു പൊളിച്ച് കൊച്ചുമകളും അച്ഛമ്മയും അപ്പയും കൂടെയുള്ള ഫോട്ടോയും. അതെ, കണ്ണപ്പനാണ് ഫോട്ടോ എടുക്കണത്. അങ്ങനെ ഇന്നത്തെ ദിവസം പറയാൻ വയ്യാത്ത സന്തോഷം തന്നെ. അങ്ങനെ ഇവിടെ നിന്ന് ഞങ്ങള് സരിത ചേച്ചിയുടെ വീട്ടിൽ പോയാണ്. അപ്പം സരിത ചേച്ചി വിളിച്ചായിരുന്നു ഇവിടെ വരുമ്പോൾ, തൃപ്പൂണിത്തുറ വരുമ്പോൾ ഒന്ന് ചെല്ലണമെന്ന്. അപ്പം അങ്ങോട്ട് പോകണം. വീഡിയോ ഒക്കെ നമുക്ക് കൂട്ടുകാരെ കാണിച്ചു തരാം, എല്ലാവരെയും പരിചയപ്പെടുത്തുന്നു. അപ്പോൾ പോയേക്കാം. അങ്ങനെ ഞങ്ങൾ തൃപ്പൂണിത്തുറയിലുള്ള സരിത ചേച്ചിയുടെ വീട്ടിലെത്തി. നമ്മുടെ സബ്സ്ക്രൈബർ ഇവിടെ വന്നപ്പോൾ ഒത്തിരി പേരെ പരിചയപ്പെട്ടു. അങ്ങനെ ഞങ്ങളിത് സരിത ചേച്ചിയുടെ വീട്ടിലെത്തിയതാണ് തൃപ്പൂണിത്തുറ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന സരിത ചേച്ചിയുടെ കൂട്ടുകാരികൾ ഒന്ന് പേര് പറഞ്ഞു കൊടുത്തേ. ഗീതാമണി. പിന്നെ ചേച്ചിനെ എല്ലാവർക്കും പരിചയമാണ് അല്ലേ. ചേച്ചിനെയും മകനെയും നമ്മൾ ഇതിക്ക് മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് അല്ലേ. ഒന്നുകൂടി എന്നാൽ പേര് പറഞ്ഞു കൊടു, പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് വേണ്ടി.
എന്തടിക്കണമെന്നും കൂടി. ഞാൻ ബോഡി ബിൽഡറാണ്. അതെ, പിന്നെ പേര് പറഞ്ഞ് ഞാൻ പിന്നെ ഞങ്ങള് ഒരേ നാട്ടുകാർ തന്നെ ആയിരുന്നു അല്ലേ. കാവുങ്കലാണ്, ഇപ്പൊ തൃപ്പൂണിത്തുറയിലാണ് താമസിക്കുന്നത്. വീട്ടില് പോകാറില്ലേ? മാമി എന്താ പറയണം? സുഖം. ആദ്യത്തെ പൂജക്ക് ഇന്നലെ പോരായിട്ട് പിന്നെ ശരണ്യക്കുട്ടിയുടെ മത്തങ്ങ പായസം സൂപ്പറായിരുന്നു. ചേച്ചി ചൗരി പായസം നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങൾ അതുപോലെ തന്നെ ഉണ്ടാക്കി. പിന്നെ ക്യാരറ്റ് ഹൽവ അത് അത് അടിപൊളിയല്ല, ഞാൻ സൂപ്പറായിരുന്നു. അതൊക്കെ അത് അറിയാൻ എല്ലാം നല്ലതായിരുന്നു. പിന്നെ ഇതൊക്കെ ഇണക്കി എന്നാലും ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റിയായിരുന്നു. ലൈസൻസ് പുതുക്കിയ അച്ഛൻ കഴിഞ്ഞ വീഡിയോയിലുണ്ടായിരുന്നല്ലോ. പേപ്പർ കൊടുത്തിട്ട് ഒന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ രണ്ടു ദിവസം അവധിയാക്കിയില്ല. എന്തോ ശരണ്യക്കുട്ടി മഴ വയ്യോ സൂക്ഷിക്കണേ സൂക്ഷിക്കണേ. നനയിലെ ശരണ്യ നനയിലെ ശരണ്യെന്ന് പറഞ്ഞ അങ്ങനെ എപ്പോഴും പറഞ്ഞോണ്ടിരിക്കുന്നത്. കത്തിയ കിടക്കുമ്പോ കൈ മുറിക്കല്ലേ. ശരണ്യ കേട്ടാ പറയണ, നമ്മള് പറയണ എല്ലാം സേവ് ചെയ്ത് വെച്ചിരിക്കും. ലൈസൻസ് കാര്യം പറഞ്ഞു. അതെ 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 അതെ. ശരണ്യക്കൊന്നും പറയാൻ പറ്റുള്ളത്. ഒന്നും മിണ്ടാൻ പറ്റുള്ള ശരണ്യക്കുട്ടി ഇങ്ങോട്ട് പറഞ്ഞോണ്ടിരിക്കുന്നത്. ശരണ്യക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്നും വീണ്ടും വീട്ടിലേക്ക് പോകുന്നു. അപ്പൊ അങ്ങനെ ഇവിടെ വന്നപ്പോ അതെ ചേച്ചിയുടെ വീട്ടിലും വന്നല്ലേ. അച്ഛന്റെ പേരെന്ന് പറഞ്ഞേ, അച്ഛന്റെ പേര് മണി. പേര് പറഞ്ഞേ. ആദിദേവ്. എത്രയല്ല പഠിക്കുന്ന? 4ാം ക്ലാസ്. അപ്പൊ കൂട്ടുകാരെ അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പൊ നമ്മുടെ കണ്ണപ്പനെ ഇവിടെ നിർത്തി ഏച്ചും പോകുന്നു. അപ്പൊ ഓക്കെ. അപ്പൊ അങ്ങനെ ഞങ്ങളിത് വണ്ടിയൊക്കെ കയറാൻ പോകുന്നു. കണ്ണപ്പനെ 10-30 ദിവസം പിരിയുന്നതിന്റെ വേദനയിൽ അങ്ങനെ ഞങ്ങള് വീട്ടിൽ വന്ന് അങ്ങനെ നമ്മളുടെ അതുപോലെ നമ്മുടെ സബ്സ്ക്രൈബർകാരെയൊക്കെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. അതുപോലെ നിങ്ങളെ എല്ലാവരെയും എവിടെയെങ്കിലൊക്കെ വെച്ച് കാണണം എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി ഈ ചെറിയ വീഡിയോ ഇത്രയുള്ളൂ. അപ്പൊ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങൾക്കും സുഖം. അപ്പൊ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.